നമസ്കാരം. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട അഴിമതി കേസുകൾ വിജിലൻസ് ട്രൈബ്യൂണലിന് വിടാതെ വകുപ്പ് തലത്തിൽ ഒതുക്കി തീർക്കുന്ന സർക്കാർ രീതിക്കെതിരെ ലോകായുക്തയുടെ കടുത്ത ഇടപെടൽ. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഇത്തരം പ്രവണതകൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വിഷയത്തിൽ ചീഫ് സെക്രട്ടറിയോട് വിശദമായ റിപ്പോർട്ട് തേടി. ഏപ്രിലിൽ പുറത്തുവന്ന ഈ സുപ്രധാന നിരീക്ഷണങ്ങൾ വരാനിരിക്കുന്ന പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി നിയമപരമായ ബാധ്യതകളിൽ നിന്ന് വകുപ്പുകൾ ഒഴിഞ്ഞുമാറുന്നതിനെതിരെ ജസ്റ്റിസ് എൻ അനിൽകുമാർ, ജസ്റ്റിസ് അശോക് മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. 1960 കേരള സിവിൽ സർവീസസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതികൾ രഹസ്യമായി ഒതുക്കി തീർക്കുന്നുവെന്ന പരാതി പ്രഥമദൃഷ്ട്യാ കോടതി ശരിവച്ചിരിക്കുകയാണ്. മോഹൻലാലിന്റെ അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ പ്രയോഗമാണ് ഗസറ്റഡ് യക്ഷി. ആ സിനിമയ്ക്ക് ശേഷം ഖജനാവ് കൊള്ളയടിച്ചവരെ ജനം അങ്ങനെ വിളിച്ചു തുടങ്ങി. കേരളം തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയൊരു ഭരണ സംവിധാനത്തിലേക്ക് മാറുന്ന പശ്ചാത്തലത്തിൽ ഈ കേസിലെ ലോകായുക്തയുടെ നിലപാട് രാഷ്ട്രീയമായി നിർണായകമാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം പ്രകടന പത്രികകളിൽ വാഗ്ദാനം ചെയ്യുന്ന മുന്നണികൾക്ക് ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്നത് കേവലം ഭരണപരമായ ആവശ്യമല്ല, മറിച്ച് രാഷ്ട്രീയമായ ബാധ്യത കൂടിയാണ്. വരാനിരിക്കുന്ന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഓഗസ്റ്റിൽ കോടതിക്ക് മുന്നിലെത്തുക. അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കറാണ് നിർണായക വിഷയം ലോകായുക്തയ്ക്ക് മുന്നിലെത്തിച്ചത്. നിലവിൽ അതീവ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് സംസ്ഥാനത്തെ വിജിലൻസ് ട്രൈബ്യൂണലുകൾ കടന്നുപോകുന്നത്. ലക്ഷക്കണക്കിന് രൂപ പൊതുപണം ശമ്പളത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി ചെലവഴിക്കുമ്പോഴും വിരലിലെണ്ണാവുന്ന കേസുകൾ മാത്രമാണ് ഈ കോടതികളുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. വിജിലൻസ് ട്രൈബ്യൂണലുകളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഗൂഢനീക്കം ഇതിന് പിന്നിലുണ്ടോ എന്ന ഗൗരവകരമായ സംശയവും ലോകായുക്ത ഉന്നയിച്ചിട്ടുണ്ട്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തുന്ന മിന്നൽ പരിശോധനകളുടെ റിപ്പോർട്ടുകൾ പലപ്പോഴും ട്രൈബ്യൂണലുകളുടെ പടിവാതിൽ കാണാറില്ല. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കടുത്ത ശിക്ഷകൾ ഒഴിവാക്കി വകുപ്പ് തലത്തിൽ നാമമാത്രമായ അച്ചടക്ക നടപടികളിലൂടെ ഉദ്യോഗസ്ഥരെ രക്ഷിച്ചെടുക്കുന്ന സേഫ് പാസേജാണ് പല വകുപ്പ് മേധാവികളും ഒരുക്കുന്നത്. നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇതിനെ പരാതിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ തക്കതായ ശിക്ഷ ലഭിക്കാതെ സർവീസിൽ തുടരുന്നത് ഭരണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കും. അതേസമയം കൃത്യമായ അന്വേഷണം നടത്താത്തത് മൂലം നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്ന സാഹചര്യവും ഒരുപോലെ ഗൗരവകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. വകുപ്പ് തല അന്വേഷണങ്ങളിലെ അനാവശ്യ കാലതാമസം നീതി നിഷേധത്തിന് വഴിയൊരുക്കുന്നുവെന്ന കണ്ടെത്തൽ സർക്കാർ സംവിധാനങ്ങളുടെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചീഫ് സെക്രട്ടറി സമർപ്പിക്കേണ്ട റിപ്പോർട്ടിൽ എത്ര അഴിമതി കേസുകളാണ് ചട്ടങ്ങൾ ലംഘിച്ച് വകുപ്പ് തലത്തിൽ ഒതുക്കി തീർത്തതെന്ന കൃത്യമായ കണക്കുകൾ ഹാജരാക്കേണ്ടി വരും. വിജിലൻസ് ട്രൈബ്യൂണലുകൾക്ക് കേസുകൾ അയക്കാത്ത വകുപ്പ് മേധാവികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് പുതിയ സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറും. ഭാവിയിൽ ഇത്തരം ചട്ടലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് കോടതി ആരാഞ്ഞിട്ടുണ്ട്. അഴിമതി കേസുകൾ സമയബന്ധിതമായി ട്രൈബ്യൂണലുകളിലേക്ക് കൈമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ മൗനാനുവാദം നൽകുകയാണോ എന്ന ലോകായുക്തയുടെ ചോദ്യം ഭരണകേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും വിജിലൻസ് ഡയറക്ടർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏപ്രിലിലെ ഈ താക്കീതിന്റെ തുടർച്ചയായി ചീഫ് സെക്രട്ടറി നൽകുന്ന വിശദീകരണം പരിശോധിച്ച ശേഷമായിരിക്കും കോടതിയുടെ അടുത്ത നീക്കം. കേസ് അടുത്ത ഓഗസ്റ്റ് 3 വീണ്ടും പരിഗണിക്കുന്നത്.